നമ്മൾ നോക്കുന്നത് മണലാരണ്യങ്ങളിലൂടെ എന്ന പാഠമാണ്. എന്താണ് മരുഭൂമികൾ? 25 സെൻറ്റിമീറ്ററിൽ താഴെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് മരുഭൂമി. ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം എന്നർത്ഥമുള്ള ഡെസേർട്ടം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് മരുഭൂമി എന്ന പദം ഉണ്ടായത്. മരുഭൂമികളെക്കുറിച്ചുള്ള പഠനം, അതാണ് എറമോളജി. മരുഭൂമികളെക്കുറിച്ചുള്ള പഠനം എറമോളജി. മരുഭൂമികൾ പൊതുവെ 2 തരമാണുള്ളത്: ശീത മരുഭൂമികളും ഉഷ്ണ മരുഭൂമികളും. ധ്രുവപ്രദേശങ്ങളിൽ, മിതോഷ്ണ പ്രദേശങ്ങളിലും പർവ്വതങ്ങളിലും ഉയർന്ന പീഠഭൂമികളിലും വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്ന തണുപ്പ് അനുഭവപ്പെടുന്ന പ്രദേശങ്ങളുമാണ് ശീതമരുഭൂമി. ധ്രുവപ്രദേശങ്ങളിലും മിതോഷ്ണ പ്രദേശങ്ങളിലും പർവ്വതങ്ങളുടെ ഉയർന്ന പീഠഭൂമിയിലും വർഷം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുന്ന കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന പ്രദേശത്തും ശീതമരുഭൂമികളാണുള്ളത്. ലോകത്തിലെ പ്രധാനപ്പെട്ട ശീതമരുഭൂമികളാണ് അന്റാർട്ടിക്ക, ഗോബി, ലഡാക്ക്. അന്റാർട്ടിക്ക, ഗോബി, ലഡാക്ക്. ലോകത്തിലെ ഏറ്റവും തണുത്ത മരുഭൂമിയാണ് ഗോബി. ലോകത്തിലെ തന്നെ ഏറ്റവും തണുത്ത മരുഭൂമിയാണ് ഗോബി. പൊതുവെ 15 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ വൻകരയുടെ പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന വരണ്ടതും വളരെ ഉയർന്ന പകൽ താപനില അനുഭവപ്പെടുന്നതുമായ പ്രദേശമാണ് ഉഷ്ണമരുഭൂമി. ശരി. പൊതുവെ 15 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ വൻകരയുടെ പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന വരണ്ടതും ഉയർന്ന പകൽ താപനിലയും അനുഭവപ്പെടുന്ന പ്രദേശമാണ് ഉഷ്ണമരുഭൂമി. ഉഷ്ണമരുഭൂമിയുടെ സവിശേഷതകൾ: ഉയർന്ന പകൽ താപനില, കുറഞ്ഞ രാത്രി താപനില. അപ്പോൾ ഉഷ്ണമരുഭൂമിയുടെ പ്രത്യേകത ഉയർന്ന പകൽ താപനിലയും കുറഞ്ഞ രാത്രി താപനിലയും. ദൈനിക താപാന്തരം കൂടുതൽ. ലോകത്തിലെ പ്രധാന ഉഷ്ണമരുഭൂമിയാണ് സഹാറ, ആഫ്രിക്ക, അറേബ്യൻ മരുഭൂമി, താർ. സഹാറ, ആഫ്രിക്ക, അറേബ്യൻ മരുഭൂമി, താർ. ഇനി നോക്കാൻ പോകുന്നത് താർ മരുഭൂമി. ഇന്ത്യയിലെ ഉഷ്ണമരുഭൂമിയാണ് താർ മരുഭൂമി. താർ മരുഭൂമിയുടെ സ്വാഭാവിക അതിരുകൾ ഓരോന്നും പഠിക്കാം. വടക്ക് പടിഞ്ഞാറ് സത്ലജ്, പടിഞ്ഞാറ് സിന്ധു നദീതടം. വടക്ക് പടിഞ്ഞാറ് സത്ലജ് നദീതടം, പടിഞ്ഞാറ് സിന്ധു നദീതടം. കിഴക്ക് ആരവല്ലി നിരകൾ, തെക്ക് റാൻ ഓഫ് കച്ച്. അപ്പോൾ ഈ അതിരുകൾ നമുക്ക് പഠിച്ചു വയ്ക്കാം. താർ മരുഭൂമിയുടെ താർ മരുഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് സത്ലജ് നദീതടം, പടിഞ്ഞാറ് സിന്ധു നദീതടം, കിഴക്ക് ആരവല്ലി നിരകൾ, തെക്ക് റാൻ ഓഫ് കച്ച്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വിശാലമായ ഭൂപ്രദേശമാണ് താർ മരുഭൂമി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് പടിഞ്ഞാറായിട്ടാണ് താർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത്. താർ മരുഭൂമിയുടെ ആകെ വിസ്തൃതി എന്ന് പറയുന്നത് 2 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. അപ്പോൾ താർ മരുഭൂമിയുടെ ആകെ വിസ്തൃതി 2 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. താർ മരുഭൂമിയുടെ ഇന്ത്യയിലെ വിസ്തൃതി എന്ന് പറയുന്നത് 1.75 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ.